ആദ്യമായി തന്നെ മാതാവിൻ്റെ മുൻപിലും ഈശോൻ്റെ മുമ്പിലും ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിനും മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അബിത. ഇത് എൻ്റെ അപ്പ അമ്മ. ഞങ്ങൾ വരുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേരിഗിരി അങ്കമാലിയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2023 ജൂൺ 15-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ 2021 +1 +2 പാസ് ഔട്ടായതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു എനിക്ക് ന്യൂസിലൻഡ് പോകണം എന്നുള്ളത്. അതും ഞാൻ 6th or 7th എന്തോ പഠിക്കുമ്പോൾ മുതലുള്ള എൻ്റെ ഡ്രീമായിരുന്നു. കാരണം എൻ്റെ കസിൻസ് അവിടെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ന്യൂസിലൻഡ് എന്നുള്ളത് ഭയങ്കര ഒരു ക്രേസായി മാറി, എനിക്ക് അവിടെ പോയി പഠിക്കണം എന്നുള്ളത്. അങ്ങനെ 2021 ഞാൻ കോഴ്സ് കഴിഞ്ഞിറങ്ങിയപ്പം നല്ല വിജയത്തോടു കൂടി ഇറങ്ങാൻ പറ്റി. അപ്പോൾ അതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഫെയിലിയർ എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പഠിക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിപ്പോരുന്നുണ്ടായിരുന്നു, ദൈവം അനുഗ്രഹിച്ച്. അത് കഴിഞ്ഞ് ഞാൻ IELTS സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറേ എക്സാംസ് എഴുതി. ഒന്ന് എഴുതുമ്പം സ്പീക്കിംഗ് പോവും, ഒന്ന് എഴുതുമ്പം റൈറ്റിംഗ് പോവും. അങ്ങനെ കുറേയും ട്രൈ ചെയ്ത് 2022 നവംബർ ആയപ്പോഴാണ് എൻ്റെ എക്സാമും എൻ്റെ പേപ്പർ വർക്ക്സും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയേ. സ്റ്റാർട്ട് ചെയ്തെങ്കിലും എൻ്റെ കോളേജ്, ഞാൻ ആഗ്രഹിച്ച കോളേജ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ ന്യൂസിലൻഡിലപ്പോഴേക്കും ഫ്ലഡ് വന്ന് ആകെ കോളേജുകളൊക്കെ ക്ലോസ് ചെയ്തു. വീണ്ടും ഒരു 1 year വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓൾറെഡി എൻ്റെ 1 year പോയായിരുന്നു അപ്പോഴേക്കും. അത് കാരണം ഞാൻ കോളേജ് ചേഞ്ച് ചെയ്തു. അങ്ങനെ കോളേജൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും ഫോർമാലിറ്റീസ് ഒന്നേന്നെ സ്റ്റാർട്ട് ചെയ്തു. ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ നല്ല സ്മൂത്തായിട്ട് ആ സമയത്ത് റൺ ചെയ്തു. എല്ലാം നല്ല പെട്ടെന്ന് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി. ആ കോളേജ് മാറിയെങ്കിലും എനിക്ക് കുറേ ഫണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുറേയും ഹ്യൂജ് എമൗണ്ട് വീണ്ടും കാണിക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും ദൈവം അനുഗ്രഹിച്ച കസിൻസും അമ്മയുടെ കസിൻസും അപ്പയുടെ കസിൻസും എല്ലാവരും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് ക്ലിയറായി പോയി. അത് കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ജൂൺ 21 അപ്പോൾ 2023 ജൂൺ 20 ഞാൻ പഠിച്ച സ്കൂളിലിരുന്നപ്പോൾ എനിക്കൊരു മെയിൽ, അവിടെയാണെങ്കിൽ റേഞ്ചും കൂടി ഇല്ല. ഞാൻ പ്ലാന്റേഷനിലെ +1 +2 പഠിച്ച കാലടി പ്ലാന്റേഷൻ. അവിടെ ഇരുന്നപ്പോഴാണ് എനിക്കെൻ്റെ വിസ വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, വിസ വന്നല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടെന്ന് ഓർത്ത്. അങ്ങനെ വിസ വന്നു. ബാക്കി ഫോർമാലിറ്റീസ്, എനിക്ക് ലിവിങ് എക്സ്പെൻസ് അടയ്ക്കണമായിരുന്നു അവിടേക്ക്. ലിവിങ് എക്സ്പെൻസ് അടയ്ക്കാൻ വേണ്ടി അവിടേക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പണായി കിട്ടിയില്ല ഫസ്റ്റ്. വീണ്ടും ഇമിഗ്രേഷനിൽ വിളിച്ച് എനിക്ക് 2 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി വിസ. പക്ഷേ എന്നിട്ട് പോലും എൻ്റെ ബാങ്ക് അക്കൗണ്ട് അവിടെ ഓപ്പണായി എനിക്ക് കിട്ടിയില്ല. സോ ഇമിഗ്രേഷനിൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, സോ അവർ വിസ ക്യാൻസൽ ചെയ്യുവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചത് ക്യാൻസലായി പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തിലേക്ക് ഞങ്ങൾ വരുന്നത്. 2023 ജൂൺ 15-ാം തീയതി ഞാൻ വന്നതിന് ശേഷം വിസ വന്നത്, പക്ഷെ അത് ക്യാൻസലായിപ്പോയി. എന്നിട്ട് പിന്നെ വീണ്ടും 15-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിസ വന്നു. ആ വിസ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ വിസ വരുന്നത് ജൂലൈ 10-ാം തീയതി എനിക്ക് വിസ വരുന്നത്. അതും ഇവിടെ വന്ന് 15-ാം തീയതി ഉടമ്പടി എടുത്തു. ആ ഒരു 1 month പോലും എടുത്തില്ല. ഒരു 3.5 weeks എനിക്ക് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ വേഗം ബാങ്ക് അക്കൗണ്ട് ഓപ്പണായി കിട്ടിയും എൻ്റെ ലിവിങ് എക്സ്പെൻസ് ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെ, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഓൾറെഡി ജൂലൈ 17-ാം തീയതി ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ ഏജൻസിയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റാർട്ടിങ് ഡേയ്സ് ഓൺവേഡ്സ്. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ നമ്മൾ എക്സ്റ്റൻഷൻ റിക്വസ്റ്റ് ചെയ്യണം. പക്ഷെ അത് ലാസ്റ്റ് സ്റ്റേജിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം, പറ്റില്ലെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന സ്റ്റേജായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ജൂലൈ 10-ാം തീയതി രാവിലെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിസ വന്നു എന്ന്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞു ഞാനാണ് ഓൾറെഡി ഇങ്ങനെ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. ഡ്രസ്സാണേലും എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ 17-ാം തീയതി ക്ലാസ് തുടങ്ങും എന്നുള്ളതുകൊണ്ടും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു തോട്ടമൊന്നും അപ്പം വന്നില്ല. പിന്നെ കസിൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും എത്രയും പെട്ടെന്ന് കയറി പോരെ എന്നുള്ളൊരു തോട്ടായിരുന്നുകൊണ്ട് അങ്ങനെ 10-ാം തീയതി എനിക്ക് വിസ വന്നു. 11-ാം തീയതി വൈകുന്നേരത്തെ ടിക്കറ്റ് എടുത്ത് ഞാൻ 11-ാം തീയതി തന്നെ ഇവിടുന്ന് ഫ്ലൈ ചെയ്തു. അതിന് വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ മുതൽ
ഏജൻസിയിൽ നിന്ന് എനിക്ക് വിസ ഇൻ്റർവ്യൂസ് അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവർ വിളിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ലൈക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ട് അവർ ഫ്രീ ആകുമ്പോൾ. അപ്പോൾ എനിക്കാണ് ഇൻ്റർവ്യൂ ഒന്നാമത് ന്യൂസിലൻഡാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. നമ്മളുടെ ഇംഗ്ലീഷും അവിടുത്തെ ഇംഗ്ലീഷും എൻറ്റയർലി ഡിഫറെൻറ്റാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തുമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ടൈം നല്ല വ്യത്യാസമാണ്. 7.5 മണിക്കൂർ പ്ലസ് ആണ് അവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരു വെളുപ്പിന് ആ ഒരു ടൈമിലായിരിക്കും അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുക. വെളുപ്പിനൊരു 2 മണി 3 മണി 1 മണി ആ സമയത്തൊക്കെ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഫോൺ അടുത്ത് വെച്ച് റിംഗ് ടൂണൊക്കെ ഫുള്ളാക്കിയിട്ടാണ് കിടന്നുകൊണ്ടിരുന്നേച്ചത്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റൊക്കെ നോക്കുമായിരുന്നു ആ ദിവസങ്ങളിൽ. ചില ദിവസം ടെൻഷനാണ്, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വല്ല കോളും മിസ്സായിട്ടുണ്ടോ, കാരണം നമുക്ക് തിരിച്ച് വിളിക്കാനൊരു ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് വിസ ഇൻ്റർവ്യൂ പോലും ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്താവും. പക്ഷെ എനിക്ക് വിസ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് എനിക്ക് ജൂലൈ 10 വിസ കിട്ടി. 11 ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ 15. ഞാൻ ജൂലൈ 15 വിത്തിൻ ആ 1 മന്തിൽ ഞാൻ ന്യൂസിലൻഡിൽ ലാൻഡ് ചെയ്തു. അവിടെ ലാൻഡ് ചെയ്തിട്ട് ശേഷമാണെങ്കിലും ഇപ്പം ഞാൻ അവിടെ BSc പഠിക്കുന്നത്. BSc നഴ്സിംഗ് ഫൈനൽ ഇയറാണ് എനിക്കിനിപ്പോൾ ഇൻറ്റേൺഷിപ്പും എൻ്റെ എക്സാമും കൂടെ ബാക്കിയുള്ളൂ. ബാക്കി എൻ്റെ കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ആയി. അവിടെ എത്തിയിട്ടാണെങ്കിലും ഞാൻ എത്തിയ സ്റ്റേജിൽ കോവിഡും ഫ്ലഡും കാരണമൊക്കെ അവിടെ പാർട്ട് ടൈമൊക്കെ ഭയങ്കര ഷോർട്ടായിരുന്നു കിട്ടാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓഗസ്റ്റ് 2023 എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഒരിടത്ത് വർക്ക് കിട്ടി. പക്ഷെ അവിടെ സ്റ്റാഫ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാഷ്വൽ സ്റ്റാഫ്സ് ആയതുകൊണ്ട് ഭയങ്കര ഷോർട്ടായിരുന്നു ഷിഫ്റ്റ്. മാസത്തിലൊക്കെ ഒരെണ്ണമൊക്കെ കിട്ടി അങ്ങനെയുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെന്ന സമയമായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുകൊണ്ട് ചെന്ന ഒരു 2 മാസത്തെ കാര്യം എങ്ങനെയൊക്കെയോ നടന്നു. പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് എനിക്ക് കൂടുതൽ ഷിഫ്റ്റ്സ് കിട്ടാൻ തുടങ്ങി. ആഴ്ചയിൽ 3 ഷിഫ്റ്റും 2 ഷിഫ്റ്റൊക്കെ എനിക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ എനിക്കൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ പറ്റി. വീക്ക്ലി 2 ദിവസം എനിക്കിപ്പോൾ ഹോട്ടലിലും പാർട്ട് ടൈം ഉണ്ട്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റേതായ കാര്യങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇനി ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 16/2/24 ആദ്യമായി ഉടമ്പടി വെച്ചത് എൻ്റെ മകനാണ്. മകനില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. രണ്ടാമത് വെച്ചത് എനിക്ക് വർഷങ്ങളായിരുന്നു തലവേദന. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്കത് മാറിക്കിട്ടി. പിന്നെ ഉറക്കക്കുറവ്, ഒത്തിരി നാളുകളായി ഉറക്കമില്ലായിരുന്നു. ആഴ്ചകളോളം ഉറക്കമില്ലാതെ ഇരുന്നിട്ടുണ്ട്. ഉറക്ക ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഉറക്കം ഉണ്ടാവാറില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായി 3-ാം ദിവസം തന്നെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്കത് മാറിക്കിട്ടി. ഞാനിപ്പോൾ 7ാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. പിന്നെ മകളുടെ കാര്യങ്ങൾ മകൾ പറഞ്ഞു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ എൻ്റെ മകനും ഇവിടെ വന്ന് വിശുദ്ധ കുർബാന സമർപ്പിച്ച് പത്രവും വാങ്ങിച്ച് പത്രം വിതരണം നടത്താറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം നടത്താറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. 20 പേരോളം അവിടെയുണ്ട്. ഞങ്ങൾ ഒരു ഉടമ്പടി എടുത്ത എല്ലാവരും കൂടി ഒരു 10-13 പേരോളം ഉണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൃപായ എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും എല്ലാ ആഴ്ചകളിലും അവിടെ പോയി അവരെ കുളിപ്പിക്കുകയും അവിടെ ക്ലീൻ ചെയ്യുകയും റൂമൊക്കെ ക്ലീൻ ചെയ്ത് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ജപമാല ചൊല്ലാറുണ്ട്. അത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങൾ വെഞ്ചരിച്ച വസ്തുക്കൾ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് നിയോഗങ്ങളെക്കാളുപരി ആത്മീയമായി വളരാനാണ് സാധിച്ചിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. ഉടമ്പടി എടുത്ത് ഇതുവരെയും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. കുമ്പസാരം 2 ആഴ്ച എത്തുമ്പോൾ
കുമ്പസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഒന്ന് വൈകാറുണ്ട്, എന്നാലും ഒത്തിരി വൈകാറില്ല. ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും. ബൈബിൾ വായന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. കൊന്ത ചൊല്ലാറുണ്ട്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ അരമണിക്കൂർ കൊന്ത, അരമണിക്കൂർ ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകും. അങ്ങനെ പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് പേർക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. 86-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്, വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. കർത്താവെ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അബിതയും കുടുംബവും ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് അവരുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനും അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈ അത്ഭുതങ്ങൾക്ക് ഉള്ള നീതി ലഭിച്ചതെന്നതിനെക്കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത്. അബിത നമ്മോട് പറയുകയുണ്ടായി, മകൾക്ക് വല്ല സമയച്ചുരുക്കത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് മകൾക്ക് ലഭിച്ചത്. ഇതിനെ ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ന്യൂസിലൻഡ് സ്കോർ കിട്ടാനായി ഒരുപാട് മക്കളാണ് വളരെയധികം ബുദ്ധിമുട്ടുന്നതും അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്നതും. അബിതയ്ക്ക് കിട്ടിയത് വളരെ ഈസി ആയിട്ടായിരുന്നു. തൻ്റെ വളരെ ചെറുപ്പം മുതലുള്ള ന്യൂസിലാൻഡിൽ പോയി പഠിക്കണം, അവിടെ ജോലി ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മകൾക്ക് ലഭിച്ചത് ഇൻ്റർവ്യൂ കൂടാതെ തന്നെ ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള ഒരു വിസയാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുന്ന വലിയ വലിയ വിവിധങ്ങളായ വളരെ വിസ്മയിപ്പിക്കുന്ന വഴികളെക്കുറിച്ച് നാം എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഈ മകളുടെ ആഗ്രഹം പോലെ ചെറുപ്പകാലത്തുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് ഈശോ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള വലിയ സാധ്യതകൾ ഇന്ന് ന്യൂസിലാൻഡിൽ കൊടുത്തിരിക്കുന്നു. മക്കൾ പറയുന്നത് പോലെ പാഷനും പ്രൊഫഷനുമൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത ന്യൂസിലാൻഡിൽ, ഒരു ഡാൻസ് ടീച്ചറായി വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത, അതുപോലെ തന്നെ അതോടുകൂടി തന്നെ BSc നഴ്സിംഗ് പഠിക്കുവാനുള്ള ഒരു വലിയ സാധ്യത. ഈ അനുഗ്രഹങ്ങളെക്കാളെല്ലാം വളരെ കൃത്യമായി ഉടമ്പടി വിശ്വസ്തയോടുകൂടി പാലിക്കുവാനുള്ള അനുഗ്രഹം കൂടി മകൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് ഏറ്റുപറയുകയുണ്ടായി. ഈ മകളെ അതിശയിപ്പിച്ചത് ഇവരുടെ കുടുംബത്തിലുള്ള അവരുടെ വലിയ മാറ്റങ്ങളാണ്. എല്ലാവരും എല്ലാ ദിവസവും കൃത്യമായി ദിവ്യബലിയിൽ പങ്കെടുക്കുകയും 1 മണിക്കൂർ മുൻപ്, ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മുൻപ് 1 മണിക്കൂർ മുമ്പ് ജപമാല അർപ്പിക്കുവാനും അതുപോലെ തന്നെ കൃത്യമായ 1/2 മണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനൊക്കെയുള്ള സമയം അവർ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷമാണ് അവരുടെ നിത്യകാര്യങ്ങൾ, അവർ ദൈനംദിന ജീവിതത്തിലേക്ക് അവർ കടക്കുന്നത്. അങ്ങനെ ജീവിതത്തിന് വലിയ ഒരു അടുക്കും ചിട്ടയും വന്ന ഉടമ്പടി ജീവിതം ഒരു ജീവിതക്രമമായ ഒരു നല്ല സാക്ഷ്യമാണിത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്കെല്ലാം തന്നെ വളരെ മനോഹരമായി ഭംഗിയായതിനെല്ലാം പ്രാപിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാം. അബിതയുടെ അമ്മ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി, അവർക്കുണ്ടായ ഒരുപാട് നാളായിട്ടുണ്ടായ തലവേദനയും അസ്വസ്ഥതകളും എല്ലാം ഈശോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി അവർക്ക് സൗഖ്യം നൽകി. അതുപോലെ തന്നെ ഇവരുടെ അപ്പയുടെ ഒരു വലിയ സാക്ഷ്യമുണ്ട്. അത് പറയാതിരുന്നതിന് കാരണം അപ്പ ഒരു ഷോക്ക് അടിച്ചിട്ട് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിരുന്നു. അദ്ദേഹത്തിന് താൽക്കാലികമായ ട്രീറ്റ്മെൻറ്റ് നൽകിയിരുന്നു. നമുക്കറിയാം, ട്രീറ്റ്മെൻറ്റ് ലഭിച്ച കാര്യങ്ങളൊന്നും നമ്മളിവിടെ സാക്ഷ്യത്തിൽ രേഖപ്പെടുത്താറില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സംരക്ഷണവും ഈശോയുടെ ഹീലിങ്ങും അദ്ദേഹത്തിന് ലഭിച്ചതായി നമുക്ക് സാക്ഷ്യപ്പെടുത്താം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്ക് എത്ര വലിയ അപകടങ്ങളുണ്ടായാലും ഈശോ നമ്മെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ആശങ്കകളെയും എല്ലാം ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.